ജീസസ് റെയിൻസ്, യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഉണർവിൻ്റെ വാതിൽ, ആത്മീക ഉണർവിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവരുടെ മുൻപിൽ ആത്മീക ഉണർവിൻ്റെ വാതിൽ എങ്ങനെ തുറക്കപ്പെടുമെന്നുള്ള ചില ആലോചനകളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഉണർവിലേക്ക് നിങ്ങൾ പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ? വ്യക്തിപരമാകുന്ന ഒരാത്മീക ഉണർവ്. ജീവിതത്തിൽ ചില സംഘർഷങ്ങൾ നേരിടുന്നു, പരിഹരിക്കുവാനാവാത്ത ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകുകയാണ്. എല്ലാ മേഖലകളിലും ഒരു വരൾച്ച അനുഭവിക്കുന്നു. പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല, ബൈബിൾ വായിക്കുവാൻ കഴിയുന്നില്ല, വചനത്തിലെ സത്യങ്ങൾ ജീവിതത്തിൽ നടപ്പിലാക്കുവാൻ കഴിയുന്നില്ല. ആ നിലയിൽ ക്ഷീണിച്ച അവസ്ഥയിലാകുന്നു എങ്കിൽ, ആത്മീകമായി തളർന്ന അവസ്ഥയിലാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഒരാത്മീക ഉണർവ് ആവശ്യമാണ്. ഒരു റിവൈവൽ ആവശ്യമാണ്. സ്പിരിച്വൽ റിവൈവൽ ആവശ്യമാണ്. ആ റിവൈവലിൻ്റെ വാതിൽ തുറക്കപ്പെടണം. അതൊരു വാതിലാണ്. ആ വാതിൽ തുറക്കപ്പെടണം. ആ വാതിലിലൂടെ അകത്തു കയറുകയാണെങ്കിൽ, ഉണർവിലേക്ക് കയറുകയാണ് എങ്കിൽ അവിടെ പ്രാർത്ഥനാ ജീവിതം സജീവമാകും. വചനത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു കഴിഞ്ഞാൽ വചനം തേൻകൂട്ടിയ ദോശ പോലെയാകും, വളരെ മധുരമുള്ളതായി തീരും. മാത്രമല്ല, ഈ വചന സത്യങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൽ നിന്ന് സഹായം ലഭിക്കും. ആ നിലയിൽ ജീവിതം ആത്മീകമായി ഉണർത്തപ്പെടും. എങ്ങനെ നിങ്ങൾക്ക് ആ ഉണർവിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും? അതിനുള്ള ചില പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ദൈവവചനത്തിൽ നിന്ന് പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, നിങ്ങൾ ആത്മീകമാകുന്ന ഒരു ഉണർവിലേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് യേശു ക്രിസ്തുവുമായിട്ടുള്ള അടുപ്പമാണ്. യേശു ക്രിസ്തുവിന് വേണ്ടിയുള്ള ഒരു വിശപ്പ് വളർത്തിയെടുക്കണം. യേശുവിനെ എനിക്ക് അധികം അനുഭവിക്കണം, യേശുവിനെ എനിക്ക് അധികം അറിയണം, യേശുവുമായിട്ട് എനിക്കൊരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള അടുപ്പം വേണം, എനിക്കൊരു അടുത്ത ബന്ധം വേണം. ആ വലിയ വിശപ്പാകുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താക്കോൽ. ഉണർവിലേക്ക് നിങ്ങൾ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇൻറ്റിമസി വിത്ത് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവുമായിട്ടുള്ള ആ അടുപ്പത്തിനു വേണ്ടിയുള്ള വിശപ്പാകുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ നടപടി. വിശപ്പെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതല്ലേ? നമുക്ക് വിശപ്പ് നഷ്ടപ്പെടുകയാണെങ്കിൽ, ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല, വിശപ്പങ്ങ് നഷ്ടപ്പെടുകയാണെങ്കിൽ എന്താണ് അത് നൽകുന്ന സന്ദേശം? ശരീരത്തിന് എന്തോ കുഴപ്പം സംഭവിച്ചിരിക്കുന്നു. രോഗികൾക്ക് പൊതുവെ വിശപ്പ് നഷ്ടപ്പെടും. വിശപ്പ് നഷ്ടപ്പെടുമ്പോൾ തന്നെ ശരീരത്തിൽ രോഗമുണ്ട് എന്ന സന്ദേശമാണ് ലഭിക്കുന്നത്. ദൈവകാര്യങ്ങളിലുള്ള വിശപ്പ് നഷ്ടപ്പെട്ടിരിക്കുന്നു എങ്കിൽ, യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ, അടുത്ത ബന്ധത്തിൽ ജീവിക്കുവാനുള്ള ആ വിശപ്പ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എങ്കിൽ സ്പിരിച്വലായിട്ട് ഒരു സിക്നസ്, ആത്മീക രോഗം പിടിച്ചിരിക്കുന്നു എന്നാണ് അത് നൽകുന്ന സന്ദേശം. പകരം നിരന്തരമായിട്ട് ആത്മീക കാര്യങ്ങളിൽ വിശപ്പുണ്ടെങ്കിൽ, ദാഹമുണ്ടെങ്കിൽ, യേശുവുമായിട്ട് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് ഉണർവിൻ്റെ അടയാളമാകുന്നു, ഉണർത്തപ്പെട്ടിരിക്കുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശമാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം യേശു പറയുന്നത് ശ്രദ്ധിക്കുക. എൻ്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. മാനിഫെസ്റ്റ്. കർത്താവ് തന്നെ തന്നെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തു തരും, എന്നെ തന്നെ വെളിപ്പെടുത്തും. എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. അപ്പോൾ ഈ അടുപ്പത്തിൻ്റെ ആധാരമെന്ന് പറയുന്നത് തീവ്രമാകുന്ന സ്നേഹമാണ്, യേശുവിന് വേണ്ടിയുള്ള സ്നേഹമാണ്. നമുക്കറിയാം 1 യോഹന്നാൻ 4-ാമത്തെ അധ്യായത്തിൽ നമുക്ക് സ്നേഹം സ്വർഗത്തിൽ നിന്ന് ലഭിച്ചതുകൊണ്ടാണ് നമുക്ക്
ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുന്നത്. 1 യോഹന്നാൻ അതിൻ്റെ 4-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം, അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. ദൈവത്തെ നമുക്ക് എങ്ങനെയാണ് സ്നേഹിക്കാൻ കഴിയുന്നത്? ദൈവം നമ്മെ ആദ്യം സ്നേഹിച്ചതുകൊണ്ടാണ്. അവിടുന്ന് നമ്മുടെ മേൽ ചൊരിയുന്ന സ്നേഹം സ്വീകരിച്ചതിന് ശേഷം തിരികെ നമുക്ക് യേശുവിനെ സ്നേഹിക്കുവാൻ കഴിയുന്നു. ആ സ്നേഹത്തിൻ്റെ തീവ്രത വർദ്ധിക്കണം. അടുപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ യേശുവിന് വേണ്ടിയുള്ള സ്നേഹം, അതിൻ്റെ തീവ്രത വർദ്ധിക്കണം. തീവ്രമാകുന്ന സ്നേഹം, ആ സ്നേഹം തീവ്രമായി തീരുമ്പോൾ യേശു എന്താണ് പറയുന്നത്? ഞാൻ എന്നെ തന്നെ അങ്ങനെയുള്ളവർക്ക് വെളിപ്പെടുത്തി തരുവാൻ പോകുകയാണ്. അവിടുത്തെ സ്നേഹം വെളിപ്പെട്ട് കിട്ടുവാൻ പോകുന്നു. അവിടുത്തെ പരിപാലനം വെളിപ്പെട്ട് കിട്ടുവാൻ പോകുന്നു. അവിടുത്തെ കരുതൽ വെളിപ്പെട്ട് കിട്ടുവാൻ പോകുന്നു. അവിടുന്ന് നമ്മോട് കൂടെ ഉണ്ട് എന്ന് വെളിപ്പെട്ട് കിട്ടുവാൻ പോകുന്നു. അവിടുന്ന് ഒരിക്കലും നമ്മെ കൈവിടുകയില്ല എന്ന് വെളിപ്പെട്ട് കിട്ടുവാൻ പോകുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മോടുകൂടെ വന്ന് വാസം ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവിലൂടെയാണ് നമുക്ക് യേശുവിനെയും പിതാവിനെയും അനുഭവിക്കുവാൻ കഴിയുന്നത്. പരിശുദ്ധാത്മാവ് ഇപ്പോൾ നമ്മിൽ വസിക്കുന്നു. ആ വാസം ചെയ്യുന്ന അനുഭവം, പരിശുദ്ധാത്മാവുമായിട്ട് ഒരുമിച്ചുള്ള ആ വാസം, ഒരുമിച്ചുള്ള ആ താമസം, ഒരുമിച്ചുള്ള ആ ജീവിതം, അതാണ് ഇൻറ്റിമസിയെ വർദ്ധിപ്പിക്കുന്നത്. എപ്പോഴും പരിശുദ്ധാത്മാവെന്നോടുകൂടെയുണ്ട്, 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 പരിശുദ്ധാത്മാവിനോട് എനിക്ക് സംസാരിക്കണം, പരിശുദ്ധാത്മാവിലൂടെ എനിക്ക് യേശുവിനെ അനുഭവിക്കണം, പരിശുദ്ധാത്മാവിലൂടെ എനിക്ക് പിതാവിനെ അനുഭവിക്കണം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നോടുകൂടെയുണ്ട്. ഈ ഒരു വലിയ വെളിപ്പാടിൽ ജീവിക്കുവാൻ തുടങ്ങുന്നു. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 48-ാമത്തെ അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യം അവസാനിക്കുന്നത്, അതിൻ്റെ ചുറ്റളവ് 18,000 മുഴം. അന്നു മുതൽ നഗരത്തിന് യഹോവ ഷമ്മ, യഹോവ അവിടെ എന്ന പേരാകും. യഹോവ ഷമ്മ, യഹോവ അവിടെ, അല്ലെങ്കിൽ ദൈവം നമ്മോടുകൂടെ. ആ ഒരു അനുഭവമാണ് കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ വാഗ്ദാനം ചെയ്യുന്നത്. യഹോവ നമ്മോടുകൂടെ. യേശു എപ്പോഴും നമ്മോട് കൂടെ, പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ. അവിടെ ആ ഇൻറ്റിമസി, അടുപ്പത്തിലേക്ക് വരുമ്പോൾ, ആ അടുപ്പം യഥാർത്ഥത്തിൽ ഇൻറ്റിമസി കൺട്രോൾസ് പവർ എന്നാണ് ദേവദാസന്മാർ പറയുന്നത്. നിങ്ങളിൽ ആത്മശക്തി നിറയുകയും ആത്മശക്തി നിങ്ങളിലൂടെ പുറപ്പെടുകയും ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് കർത്താവുമായിട്ടുള്ള അടുപ്പമുണ്ടാകണം. യേശുക്രിസ്തുവുമായിട്ടുള്ള അടുപ്പം, പരിശുദ്ധാത്മാവുമായിട്ടുള്ള അടുപ്പമുണ്ടാകണം. നിങ്ങളുടെ ശുശ്രൂഷയേക്കാൾ കൂടുതലായി യേശുവിനെ സ്നേഹിക്കുക, നിങ്ങളുടെ സമ്പത്തിനേക്കാൾ കൂടുതൽ യേശുവിനെ സ്നേഹിക്കുക, കുടുംബാംഗങ്ങളെക്കാൾ കൂടുതൽ യേശുവിനെ സ്നേഹിക്കുക, സ്ഥാനമാനങ്ങളെക്കാൾ കൂടുതൽ യേശുവിനെ സ്നേഹിക്കുക, കൃപാവരങ്ങളെക്കാൾ കൂടുതൽ യേശുവിനെ സ്നേഹിക്കുക. എല്ലാറ്റിലും ഒന്നാം സ്ഥാനം യേശുവിന്. മറ്റെല്ലാറ്റിനെക്കാട്ടിലും മുൻപന്തിയിൽ യേശുവിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട്, എല്ലാം എനിക്ക് യേശുവാകുന്നു, എല്ലാം എനിക്ക് യേശുവാകുന്നു, എല്ലാം എനിക്ക് യേശുവാകുന്നു, എപ്പോഴും എനിക്ക് യേശുവിനെ വേണം, എപ്പോഴും ഞാൻ യേശുവിനെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഈ നിലയിലുള്ള ഒരു കടുത്ത വിശപ്പ്, യേശുവിന് വേണ്ടിയുള്ള കടുത്ത വിശപ്പ്, ഒടുങ്ങാത്ത വിശപ്പ്, അവസാനമില്ലാത്ത വിശപ്പ്, ഇതിൽ നിങ്ങൾ വർദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉണർവിലേക്ക് പ്രവേശിക്കുക മാത്രമല്ല, ഉണർവിൽ നിലനിൽക്കുവാൻ പോകുന്നു, ഉണർവിൽ തുടരുവാൻ പോകുന്നു. യോഹന്നാനെ കൂടെ നമുക്ക് സുവിശേഷങ്ങളിൽ കാണുവാൻ കഴിയുന്നത് യോഹന്നാനാണ് എന്നവിടെ പറഞ്ഞിട്ടില്ല. എന്നാൽ കർത്താവിൻ്റെ ഹൃദയത്തോട് ചാരുന്ന യോഹന്നാനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹൃദയത്തോട്
ചേർന്നിരിക്കുന്ന, യേശുവിനോട് ചേർന്നിരിക്കുന്ന അത്താഴ സമയത്തും അന്ത്യത്താഴ സമയത്തും യോഹന്നാന് യേശുവിൻ്റെ മാറോട് ചാരി ഇരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ മാറുവെന്ന് പറയുമ്പോൾ, ഹൃദയമെന്ന് പറയുമ്പോൾ, അത് ഒരു വ്യക്തിയുടെ വികാരങ്ങളുടെ സങ്കേതമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. മാത്രമല്ല അവിടെയാണ് രഹസ്യങ്ങൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. മാറോട് ചാരി ഇരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ അറിയുവാൻ കഴിയും. ദൈവത്തിൽ ഉള്ള രഹസ്യങ്ങൾ ദൈവം ആ വ്യക്തിയോട് പങ്കുവയ്ക്കുവാൻ തയ്യാറാകും. അടുപ്പത്തിൽ നിങ്ങൾ വർദ്ധിക്കുകയാണ് എങ്കിൽ ഉണർവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും കർത്താവ് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ പോകുകയാണ്. എങ്ങനെ ഉണർവിൽ നിലനിൽക്കുവാൻ കഴിയും, ആത്മീക കാര്യങ്ങളിലുള്ള ഉണർവിൽ, സ്പിരിച്വൽ റിവൈവലിൽ, പ്രാർത്ഥനയിൽ എങ്ങനെ നിലനിൽക്കുവാൻ കഴിയും, വചനത്തോടുള്ള സ്നേഹം നിങ്ങൾക്ക് എങ്ങനെ നിലനിർത്തുവാൻ കഴിയും, മറ്റുള്ളവരോട് യേശുവിനെക്കുറിച്ച് പറയുവാൻ വേണ്ടിയുള്ള ആ പാഷൻ എങ്ങനെ നിലനിർത്തുവാൻ കഴിയും. ഹൃദയത്തോട് ചേർന്നിരിക്കുന്നവർക്ക് ഹൃദയമടിപ്പ് കേൾക്കുവാൻ കഴിയും, ആ ഹൃദയത്തിൻ്റെ സ്പന്ദനം കേൾക്കുവാൻ കഴിയും. അങ്ങനെയുള്ളവരാണ് ഉണർവിൽ പ്രവേശിക്കുകയും ഉണർവിൽ നിലനിൽക്കുകയും ചെയ്യുന്നത്. ഈ വ്യക്തികളുടെ ഈ നിലയിലുള്ള ഇൻറ്റിമസിയിലേക്ക് വരുമ്പോൾ ഈ വ്യക്തികൾ, ആ വ്യക്തികളുടെ അവരുടെ കർത്താവുമായിട്ടുള്ള അടുപ്പത്തിൻ്റെ ചില ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ ഏലിയാവ് അതേപോലെ അടുപ്പമുള്ള, പഴയ നിയമത്തിലെ വളരെ കർത്താവുമായി അടുപ്പമുള്ള ഒരു വ്യക്തിയായിരുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 17-ാമത്തെ അധ്യായത്തിൽ അഹാബിൻ്റെ മുൻപിൽ ഏലിയാവ് വന്ന് നിൽക്കുകയാണ്. നീണ്ട നാളുകൾ യഹോവയാകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചൊരു വ്യക്തിയാകുന്നുവെന്ന് വ്യക്തം. ഇവിടെ ഇൻറ്റിമസിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, സമയം. നിങ്ങൾ യേശു ക്രിസ്തുവുമായിട്ടുള്ള അടുപ്പത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള വലിയ വിശപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ആ വിശപ്പിന് ശമനം ലഭിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവുമായിട്ട് മണിക്കൂറുകൾ ചിലവഴിക്കണം. എപ്പോഴും പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള അവയർനെസ്സിൽ, പരിശുദ്ധാത്മാവ് എന്നോട് കൂടെ ഉണ്ട് എന്നുള്ള ആ തിരിച്ചറിവിൽ, ആ വെളിപ്പാടിൽ ജീവിക്കുകയും മാത്രമല്ല പരിശുദ്ധാത്മാവുമായി മാത്രം ദീർഘസമയം ചിലവഴിക്കുകയും ചെയ്യണം. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ദീർഘമണിക്കൂറുകൾ പരിശുദ്ധാത്മാവുമായി മാത്രം ചിലവഴിക്കണം. അവിടെ പല കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കേണ്ടതായിട്ട് വരും. ഇവിടെയാണ് മുൻഗണന. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് മുൻഗണന. ജീവിതത്തിൽ ഒരു ദിവസം തുടങ്ങുമ്പോൾ നിങ്ങളുടെ മുൻഗണന എന്താകുന്നു? എങ്ങനെയാണ് നിങ്ങളുടെ ആ ദിവസം ആരംഭിക്കുന്നത്? ചില ദൈവദാസന്മാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പാസ്റ്റർ ബെനിഹിൻ ഒരു പ്രത്യേക സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ അനുഭവം പങ്കുവയ്ക്കുകയായിരുന്നു. ഉന്നതന്മാരാകുന്ന രാഷ്ട്രീയ നേതാക്കന്മാരും മറ്റും വന്ന് തന്നെ കാണുവാൻ വേണ്ടി, പ്രാർത്ഥന സ്വീകരിക്കുവാൻ വേണ്ടി കടന്നു വരുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് തൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, എനിക്ക് നിന്നെ വേണം. അവരുമായിട്ട് അധികം സമയം ചിലവഴിച്ച് പരിശുദ്ധാത്മാവുമായിട്ട് സമയം ചിലവഴിക്കുന്നത് കുറയ്ക്കരുത്. എനിക്ക് നിന്നെ വേണം. ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും യേശുക്രിസ്തുവിന് വളരെ സ്പെഷ്യലായിട്ടുള്ളവരാകുന്നു. പരിശുദ്ധാത്മാവിന് വളരെ സ്പെഷ്യലായിട്ടുള്ളവരാകുന്നു. പരിശുദ്ധാത്മാവിന് നിങ്ങളെ വേണം. പരിശുദ്ധാത്മാവിന് ഈ തലമുറയിൽ നിങ്ങളെ വേണം. നിങ്ങളെ ഉപയോഗിക്കുവാൻ വേണ്ടി മാത്രമല്ല, നിങ്ങളെ തനിയെ പരിശുദ്ധാത്മാവിന് കിട്ടണം. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധാത്മാവിന് തനിയെ ലഭിക്കണം. കർത്താവിൽ വളരെ ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു ദൈവദാസൻ തൻ്റെ അനുഭവം തൻ്റെ പുസ്തകത്തിൽ പറയുകയായിരുന്നു. ഒരു ദിവസം പ്രഭാതത്തിൽ ഏർലി മോർണിംഗ്, വളരെ വൈകിയാണ് ശുശ്രൂഷ കഴിഞ്ഞു വന്ന് അദ്ദേഹം കിടന്നുറങ്ങിയത്. വളരെ ഏർലി മോർണിംഗ്, ചിലപ്പോൾ 4 മണിയായിരിക്കും. ആ സമയത്ത് പരിശുദ്ധാത്മാവ് തന്നെ തട്ടി ഉണർത്തുകയുണ്ടായി. തട്ടി ഉണർത്തിയതിന് ശേഷമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിലിരുന്ന് പരിശുദ്ധാത്മാവുമായിട്ട് ആശയവിനിമയം നടത്തി 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ തന്നോട് പറയുകയാണ്, നീ ഉറങ്ങിക്കൊള്ളുക, വിശ്രമിക്കുക. വീണ്ടും ദിനത്തിൽ അടുത്ത ദിവസത്തിൽ എഴുന്നേറ്റ സന്ദർഭത്തിൽ അദ്ദേഹം പരിശുദ്ധാത്മാവുമായി ആശയവിനിമയം നടത്തുമ്പോൾ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു, പരിശുദ്ധാത്മാവേ, അങ്ങനെ എന്തിനാണ് ഞാൻ അത്രയും ക്ഷീണിച്ച് കിടന്നിട്ട് 4 മണിക്ക് എന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ചത്? അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീയുമായിട്ട് സമയം ചിലവഴിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. എനിക്ക് ആ സമയം, നിൻ്റെ ആ സമയം എനിക്ക് ആവശ്യമായിരുന്നു. ഓ ഹല്ലേലൂയ! പരിശുദ്ധാത്മാവ് നീയുമായി സമയം ചിലവഴിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ള ഒരു ബന്ധത്തിലേക്ക് വരണമെന്ന്
കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അങ്ങനെയുള്ള ബന്ധത്തിലേക്ക് വരുന്നവരുടെ പ്രത്യേകതയാണ് ഈ ഏലിയാവിൻ്റെ ശുശ്രൂഷയിൽ കാണുവാൻ കഴിയുന്നത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാമത്തെ അധ്യായത്തിൽ എലിയ പറയുകയാണ്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ. അത് വളരെ ശ്രദ്ധേയമാകുന്നൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലാതെ. ഈ ബന്ധം അതേപോലെ എത്തിയതിനാൽ ഇവിടെ ഇപ്പോൾ ഏലിയാവ് പറഞ്ഞെങ്കിൽ മാത്രമേ ചില കാര്യങ്ങൾ നടക്കത്തുള്ളൂ. യേശു ഏലിയാവിൻ്റെ വാക്കിന് കാത്തിരിക്കുകയാണ്. ഏലിയാവിൻ്റെ വാക്ക് യേശുവിന്, യഹോവയാകുന്ന ദൈവത്തിന് പ്രാധാന്യമർഹിക്കുന്നു. കർത്താവിൽ വളരെ പ്രസിദ്ധനാകുന്ന അപ്പോസ്റ്റൽ കെനത്ത് ഹേഗിൻ അവர்கள் തൻ്റെ അനുഭവം ഇങ്ങനെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. തൻ്റെ സൺഡേ സ്കൂൾ സൂപ്രണ്ടൻറ്റ് അല്ലെങ്കിൽ സൺഡേ സ്കൂളിന് നേതൃത്വം കൊടുക്കുന്ന ആ വ്യക്തി ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, തൻ്റെ ചർച്ചിൻ്റെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണ് മരിക്കുകയുണ്ടായി. അപ്പോൾ കെനത്ത് ഹേഗിൻ വളരെ ദൂരെയായിരുന്നു. പാസ്റ്റർ കെനത്ത് ഹേഗിൻ മറ്റൊരു സ്ഥലത്തായിരുന്നു. അവിടെ തനിക്ക് അറിവ് ലഭിച്ചു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനാ മുറിയിൽ കയറിയിട്ട് പാസ്റ്റർ കെനത്ത് ഹേഗിൻ പറയുകയുണ്ടായി, കർത്താവേ, ഞാൻ അവിടെ ഇല്ലാത്തപ്പോൾ എന്നോട് ചോദിക്കാതെ എൻ്റെ സൺഡേ സ്കൂൾ സൂപ്രണ്ടിനെ അങ്ങ് വിളിച്ചത് എന്തിനാണ്? നിങ്ങൾക്കറിയാമോ, വലിയൊരു അത്ഭുതം സംഭവിച്ചു. ആ വ്യക്തി ഉയർത്തെഴുന്നേൽക്കുകയുണ്ടായി. ആ ബന്ധം നിങ്ങൾ ശ്രദ്ധിക്കുക. സ്മിത്ത് വിഗിൽസ്ബർത്തിൻ്റെ സഹധർമ്മിണി പോളി ഈ ലോകത്തിൽ നിന്ന് 1913 മാറ്റപ്പെട്ട സന്ദർഭത്തിൽ പോളി അന്ന് ബ്രാഡ്ഫോർഡിലെ അവരുടെ ആ കൂട്ടായ്മയിൽ ശുശ്രൂഷിച്ചിട്ട് ആ സമയത്തെ അപ്പോസ്റ്റൽ സ്മിത്ത് വിഗിൽസ്ബർത്ത് വീട്ടിലാണ്. സ്മിത്ത് വിഗിൽസ്ബർത്ത് സ്കോട്ട്ലൻഡിൽ ഒരു മീറ്റിങ്ങിന് പോകുവാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പോളി അന്ന് ബ്രാഡ്ഫോർഡിലുള്ള ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുവാൻ പോയി ശുശ്രൂഷിച്ചു. പ്രസംഗിച്ചതിന് ശേഷം ചർച്ചിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവിടെ ആ സ്റ്റെപ്പ് ഇറങ്ങുന്ന സന്ദർഭത്തിൽ പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി പോളി മരിക്കുകയാണ്. അങ്ങനെ പോളിയുടെ ശരീരം എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നു. സ്മിത്ത് വിഗിൽസ് അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ തൻ്റെ ഹൃദയത്തെ വളരെയധികം കുലുക്കിയൊരു സംഭവമാണ്. താൻ പറഞ്ഞു, ആ ബോഡി മുറിയിൽ കൊണ്ടുപോയി അവളുടെ ബെഡിൽ കിടത്തുക എന്ന് പറഞ്ഞു. അങ്ങനെ കിടത്തിയതിന് ശേഷം മറ്റെല്ലാവരെയും പുറത്തിറക്കിയിട്ട് കഥകടച്ചിട്ട് യേശുവിൻ നാമത്തിൽ പോളി മടങ്ങി വരുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു. പോളി ഉയർത്തെഴുന്നേറ്റ സന്ദർഭത്തിലാണ് പോളി പറയുന്നത്, സ്മിത്ത്, എന്തിനാണ് എന്നെ വിളിച്ചത്? യേശുവിന് നിന്നേക്കാൾ കൂടുതൽ എന്നെ ആവശ്യമുണ്ട്. ആ സമയത്ത് തന്നെ പോളിയുടെ ആ ബെഡിൻ്റെ അരികിലായിട്ട് യേശു നിൽക്കുന്നത് സ്മിത്ത് വിഗിൽസ്ബർത്ത് കാണുകയാണ്. സ്മിത്തിനോട് യേശു പറയുന്നു, സ്മിത്ത്, പോളിയെ വിട്ടുതരിക, എനിക്ക് പോളിയെ ആവശ്യമുണ്ട്. ഇവിടെ മറ്റെല്ലാം നമുക്ക് മാറ്റിവെക്കാം. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് സ്മിത്ത് വിഗിൽസ്ബർത്തും യേശു ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം നിങ്ങൾ ശ്രദ്ധിക്കുക. സ്മിത്ത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് യേശുവിന് നടപ്പിലാക്കി കൊടുക്കണം. അതുകൊണ്ടാണ് സ്മിത്ത് പറഞ്ഞ സന്ദർഭത്തിൽ പോളി ഉയർത്തെഴുന്നേറ്റത്. അതിനുശേഷം യേശു തന്നെ പറയുകയാണ്, പോളിയെ എനിക്ക് വിട്ടുതരിക. ഈ നിലയിൽ ഇൻറ്റിമസിയിൽ നിങ്ങൾ വർദ്ധിക്കുകയാണെങ്കിൽ, ഈ നിലയിലുള്ള ഒരു ബന്ധത്തിലേക്ക് എത്തിച്ചേരുന്നു, നിങ്ങൾ ദൈവഹിതപ്രകാരമുള്ള കാര്യങ്ങളെ കർത്താവിനോട് ചോദിക്കത്തുള്ളൂ. അങ്ങനെ ചോദിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ വാക്കുകൾക്ക് പ്രാധാന്യമുണ്ടാകും. ദൈവസന്നിധിയിൽ നിങ്ങളുടെ വാക്കുകൾ ഗൗരവമേറിയതായിരിക്കും. നിങ്ങൾ ഉണർവിനെ വഹിക്കുന്ന വ്യക്തിയായി തീരും. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ ഒരു വലിയ വിശപ്പ് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകട്ടെ. യൗവനക്കാരായിട്ടുള്ളവരൊക്കെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഭയങ്കര വിശപ്പും ദാഹവും ഒക്കെയാണ്. എന്നാൽ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ശുശ്രൂഷയിൽ കാര്യമായി പ്രയോജനപ്പെട്ടൊരു ഘട്ടം കഴിയുമ്പോഴേക്കും അവരുടെ വിശപ്പും പോയി, ദാഹവും പോയി. നിങ്ങളുടെ വിശപ്പ് പോകുന്നു, ദൈവകാര്യങ്ങളിലുള്ള നിങ്ങളുടെ ദാഹം പോകുന്നു എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അധികം വൈകാതെ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നതെല്ലാം കെട്ടുപോകും, ശുഷ്കിച്ചു പോകും, ഇല്ലാതെയായി പോകും, വരണ്ടുപോകും. തിരികെ പിന്നെ കയറി വരുവാൻ വേണ്ടി ഒത്തിരി വില കൊടുക്കേണ്ടതായിട്ട് വരും. സംഭവിക്കാതിരിക്കുവാൻ എപ്പോഴും വിശപ്പിൽ തന്നെ ജീവിക്കുക. നിരന്തരം വിശപ്പോടുകൂടെ, ആ അടുപ്പത്തിന് വേണ്ടിയുള്ള ദാഹത്തോടുകൂടെ, ആ ആഴമേറിയ അടുപ്പത്തോടുകൂടെ, ഇൻറ്റിമസിയോടുകൂടെ ജീവിക്കുകയാണെങ്കിൽ ഉണർവിൽ തുടരും. ഉണർവിലേക്ക് പ്രവേശിക്കുക മാത്രമല്ല, ഉണർവിൽ നിങ്ങൾ തുടരുവാൻ പോകുന്നു. ഈ ശബ്ദം കേൾക്കുന്ന അനേകരെ ഇപ്പോൾ പരിശുദ്ധാത്മാവ് സ്വാഗതം ചെയ്യുകയാണ്. ഒരു സ്പിരിച്വൽ റിവൈവലിലേക്ക് പ്രവേശിക്കുവാൻ സ്വാഗതം ചെയ്യുന്നു. ആ വാതിലിതാ തുറക്കപ്പെട്ടിരിക്കുന്നു. ഈ നിമിഷത്തിൽ തന്നെ
ഒരു സ്പിരിച്വൽ റിവൈവലിലേക്ക് പ്രവേശിക്കുക, ഒരു ആത്മീക ഉണർവിലേക്ക്, ഒരു പേഴ്സണൽ റിവൈവലിലേക്ക് പ്രവേശിക്കുക, വ്യക്തിപരമാകുന്ന ഒരു ഉണർവിലേക്ക് പ്രവേശിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാകുന്നു, ഞാൻ ഇടയിൽ പറയുകയുണ്ടായി, നിങ്ങളുടെ മുൻഗണനകൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാകുന്നു. ആ മുൻഗണനകളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വളരെ വിവേകത്തോടുകൂടെ ചില കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഉണർവിൽ തുടരുവാൻ കഴിയത്തുള്ളൂ. ഒന്ന്, നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. സമയം നിങ്ങളെങ്ങനെ ചിലവഴിക്കുന്നു. രണ്ട്, നിങ്ങളുടെ മൈൻഡ് മാനേജ്മെൻറ്റ്, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്. നിങ്ങളുടെ മുൻഗണനകളുടെ മാനേജ്മെൻറ്റ്, നിങ്ങളുടെ പ്രയോറിറ്റീസ് നിങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്. ഈ 3 കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്, എന്നാൽ അറ്റ്ലീസ്റ്റ് ഈ 3 കാര്യങ്ങളെങ്കിലും വളരെ പ്രധാനപ്പെട്ടതാകുന്നു. ഇതൊരു മറ്റൊരു പ്രധാനപ്പെട്ട താക്കോലാണ്. ഉണർവിലേക്ക് നിങ്ങൾ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ 3 മേഖലകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ്, സമയം നിങ്ങൾ എങ്ങനെയാണ് ചെലവഴിക്കുന്നത്. സമയം വളരെ പ്രധാനപ്പെട്ടതാകുന്നു. നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് തന്നെ സമയമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുകയാണല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നു. നമുക്കാകെ 24 മണിക്കൂറാണ് ഒരു ദിവസം ലഭിക്കുന്നത്. ആ 24 മണിക്കൂറിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്. ടൈമിനെ സംബന്ധിച്ചിടത്തോളം ടൈമിനെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുവാൻ കഴിയും. 2, നിങ്ങൾക്ക് ടൈമിനെ സ്പെൻഡ് ചെയ്യുവാൻ കഴിയും. 3, നിങ്ങൾക്ക് ടൈമിനെ വേസ്റ്റ് ചെയ്യുവാൻ കഴിയും. വളരെ പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ബൈബിൾ വായിച്ചു കൊണ്ടിരിക്കുന്നു, ഗഹനമാകുന്ന വെളിപ്പാടുകൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. പഠനത്തിനു വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ശുശ്രൂഷിക്കുവാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നു, പ്രസംഗിക്കുന്നു, നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുകയാണ്. മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനു വേണ്ടി നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്യുകയാണ്. നിങ്ങൾ ബിസിനസ്സിൽ പലരെ കാണുന്നു, നിങ്ങളുടെ ഔദ്യോഗിക കാര്യങ്ങൾ നടപ്പിലാക്കുന്നു, നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുകയാണ്. നിങ്ങൾ വളരെ നല്ല ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുകയാണ്. അങ്ങനെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിവാർഡ്സ് ഉണ്ടാകും. ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റിവാർഡ്സ് ഉണ്ടാകും. നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും. എന്നാൽ മൂന്നാമത് ഒന്ന്, ടൈം വേസ്റ്റ് ചെയ്യുക. അനേകരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ടൈം വേസ്റ്റ് ചെയ്യുന്നു. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ ഫോൺ എടുത്തു, അതും ഇതും എല്ലാം കണ്ട് നോക്കിക്കൊണ്ടിരുന്നു. ഒരു വീഡിയോ കണ്ടു, മറ്റൊരു വീഡിയോ കണ്ടു, വേറൊരു വീഡിയോ കണ്ടു, വേറൊരു വീഡിയോ കണ്ടു. ടൈം വേസ്റ്റ് ചെയ്യുകയാണ്. രാവിലെ എഴുന്നേറ്റു, ജീവിതത്തിന് ഓർഡറില്ല, ഒരു ക്രമവുമില്ല, എങ്ങനെ ദിവസം തുടങ്ങണമെന്നറിയത്തില്ല. ടൈം വേസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടെത്തുക. 32 വർഷങ്ങൾക്ക് മുന്നമേ ഞാൻ കർത്താവുമായിട്ടുള്ള അടുത്ത ബന്ധത്തിലേക്ക് പ്രവേശിക്കുവാൻ തുടങ്ങിയ സന്ദർഭത്തിൽ കർത്താവ് നൽകിയ ഒരു പ്രധാനപ്പെട്ട കാര്യമാകുന്നു, സമയം നീ വേസ്റ്റ് ചെയ്യരുത്. പരമാവധി ഞാനത് നടപ്പിലാക്കുവാൻ വേണ്ടി ഇന്നുവരെ ശ്രമിച്ചിട്ടുണ്ട്. ടൈം പരമാവധി നഷ്ടപ്പെടുത്താതിരിക്കുവാൻ വേണ്ടി അന്ന് തന്നെ ചില തീരുമാനങ്ങളെടുത്തു. TV കാണണ്ടെന്ന് തീരുമാനിച്ചു. കാരണം എൻ്റർടൈൻമെൻറ്റിനൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം പോകും. അത് കാണുന്നു, ഇത് കാണുന്നു, സീരിയൽ കാണുന്നു, സിനിമ കാണുന്നു, അതെല്ലാം സ്റ്റോപ്പ് ചെയ്തു. അത് വ്യക്തിപരമാകുന്ന തീരുമാനമാണ്. ആവശ്യമില്ലാതെ ആളുകളോട് രാഷ്ട്രീയം സംസാരിക്കുക, അത് സംസാരിക്കുക, ഇത് സംസാരിക്കുക, ഇതെല്ലാം കട്ട് ചെയ്തു. ആവശ്യമില്ലാതെ സംസാരങ്ങൾ കട്ട് ചെയ്തു. ഇങ്ങനെ തുടങ്ങി ഒരുപാട് തീരുമാനങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ സമയം നഷ്ടമാകുന്നത്. എവിടെയൊക്കെയാണ് സമയം നഷ്ടമാകുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെത്തി സമയത്തെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുവാനും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുവാനും തുടങ്ങി. ഈ വാഹനം ഓടിക്കുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തിരുവനന്തപുരം വരെ വാഹനം ഓടിക്കുകയാണെങ്കിൽ 3 മണിക്കൂറുണ്ട്. ആ 3 മണിക്കൂർ വെറുതെ വേണമെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കാം, വേണമെങ്കിൽ വെറുതെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ വെറുതെ അതും ഇതും സംസാരിച്ചു കൊണ്ടിരിക്കാം. ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. ഒന്നുകിൽ ആ 3 മണിക്കൂർ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും, ഇല്ലെങ്കിൽ വളരെ നല്ല പ്രസംഗങ്ങൾ ആ യാത്രയിൽ കേട്ടുകൊണ്ടിരിക്കും. ആ ടൈമിനെ വളരെ വിദഗ്ധമാകുന്ന നിലയിൽ ഇൻവെസ്റ്റ് ചെയ്യും. നിങ്ങളുടെ സമയം നിങ്ങളെങ്ങനെ മാനേജ് ചെയ്യുന്നു, അത് ഉണർവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നല്ല നിലയിൽ നിങ്ങൾ സമയം മാനേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉണർവിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും, ഉണർവിനെ നിലനിർത്തുവാൻ കഴിയും. അതേപോലെ തന്നെയാണ് മൈൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അനേകർക്ക് ഉണർവ് നഷ്ടപ്പെടുന്നതും മനസ്സുമായുള്ള ബന്ധത്തിലാണ്. അവർക്ക് ഉണർവിലേക്ക് പ്രവേശിക്കാൻ കഴിയാതിരിക്കുന്നതും മനസ്സുമായിട്ടുള്ള ബന്ധത്തിലാണ്. മനസ്സിനകത്ത് അൺഫോർഗീവ്നെസ്, മനസ്സിനകത്ത് അസൂയ, മനസ്സിനകത്ത് കുശുമ്പ്, കുന്നായ്മ, ഇതെല്ലാം കുത്തി നിറച്ചിരിക്കുകയാണ് എങ്കിൽ
നിങ്ങൾക്ക് ഉണർവിലേക്ക് പ്രവേശിക്കുവാനോ ഉണർവിൽ തുടരുവാനോ കഴിയുകയില്ല. എഫേസ്യ ലേഖനത്തിൽ തന്നെ ഒരു ഭാഗമുണ്ട്, മൂന്നാമത്തെ അധ്യായത്തിൽ അതിൻ്റെ അവസാന ഭാഗത്ത്, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും, ആ രണ്ട് ഭാഗങ്ങൾ ശ്രദ്ധിക്കണം, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും. അത് ഇംഗ്ലീഷിൽ വായിക്കുകയാണെങ്കിൽ എഫേസ്യ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം, Now to him who is able to do exceedingly abundantly above all that we ask or think. ഈ ഇൻറ്റിമസിയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ വാഗൊണ്ട് സംസാരിക്കുന്നത് മാത്രമല്ല, നിങ്ങളുടെ ചിന്തകൾ, അകത്ത് നിങ്ങളുടെ ചിന്തകൾ യേശുവിന് വേണ്ടിയുള്ള ചിന്തകൾ. ആമേൻ. നിങ്ങളുടെ ചിന്തകൾ സൂക്ഷിക്കണം. ഈ പ്രാർത്ഥിക്കുമ്പോഴും പ്രാർത്ഥന ഇഫക്റ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ വാഗൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, വേറെ ഏതാണ്ടൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ആ ചിന്തകളെ കൊണ്ടുവരണം. ചിന്തകൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. വീണ്ടും അതിനെ മടക്കി ആ പ്രാർത്ഥിക്കുന്ന കാര്യവുമായിട്ടുള്ള അലൈൻമെൻറ്റിലേക്ക് കൊണ്ടുവരണം. അവിടെ ചിന്തകൾ വളരെ പ്രധാനപ്പെട്ടതാകുന്നു. ചിന്തകൾ, ആ ഇൻറ്റൻഷൻ, മനസ്സിനകത്തുള്ള ഇൻറ്റൻഷൻ. യൂദ വന്നിട്ട് കർത്താവിൻ്റെ കാൽപാദത്തിൽ മറിയ വളരെ വിലപ്പെട്ട ആ വിശേഷമാകുന്ന തൈലം പൂശിയ സന്ദർഭത്തിൽ യൂദ വന്നിട്ട് കർത്താവിനോട് പറയുകയാണ്, ഇത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാത്തത് എന്ത്? അപ്പോൾ അവന് പൊതുവിൽ പറയുകയാണ്, ഇത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാത്തത് എന്ത്? എന്നാൽ ഇവൻ്റെ ഇൻറ്റൻഷൻ എന്തായിരുന്നു? അവിടെ തന്നെ പറയുന്നുണ്ട്, ഇത് ദരിദ്രന്മാരെക്കുറിച്ചുള്ള വിചാരമുണ്ടായിട്ടല്ല, അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തൻ്റെ പക്കലാകയാൽ. സോ അവൻ്റെ ഇൻറ്റൻഷൻ ശരിയായിരുന്നില്ല. അവൻ്റെ അകത്തെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം തട്ടിയെടുക്കുക എന്നുള്ളതായിരുന്നു. വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാകുന്നു മൈൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ആമേൻ. നിങ്ങളുടെ മൈൻഡ് മാനേജ്മെൻറ്റ്, നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ്, അതോടൊന്നിച്ച് തന്നെ പ്രയോറിറ്റീസ്, മുൻഗണനകൾ നിങ്ങൾ മാനേജ് ചെയ്യണം. ഏത് കാര്യങ്ങൾക്കാണ് ഇന്ന് പ്രാധാന്യം കൊടുക്കേണ്ടത്, അത് വളരെ ശ്രദ്ധിക്കണം. അവിടെ പ്രാർത്ഥന വേണ്ട, നമുക്കിന്ന് മറ്റു പല കാര്യങ്ങളിൽ ഇടപെടാം എന്നുള്ള നിലയിലുള്ള നിലപാടുകൾ, ആ നിലപാടുകൾ അപകടം വരുത്തുന്നതാകുന്നു എങ്കിൽ വളരെ വ്യക്തമായിട്ട് ആത്മാവിൽ മനസ്സിലാക്കണം, ഇന്ന് ഞാൻ ഏത് കാര്യത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. മുൻഗണനകളെ മാനേജ് ചെയ്യുവാൻ പഠിക്കുക. ആമേൻ. ഹല്ലേലൂയ. ഇത് ധാരാളം വിശദീകരിക്കുവാനുണ്ട്. എന്നാൽ എൻ്റെ സമയം അവസാനിക്കുന്നതിനാൽ ഞാനിപ്പോൾ ഇവിടെ പൂർത്തീകരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ രണ്ട് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. കർത്താവിന് വേണ്ടിയുള്ള തീവ്രമാകുന്ന വിശപ്പും ദാഹവും അതുമൂലമുണ്ടാകുന്ന ആ ഇൻറ്റിമസിയാണ് ഉണർവിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കീ എന്ന് പറയുന്നത്. രണ്ടാമത് ആമേന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാകുന്നു നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ്, നിങ്ങളുടെ മൈൻഡ് മാനേജ്മെൻറ്റ്, പ്രയോറിറ്റീസ് നിങ്ങൾ മാനേജ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് നിങ്ങൾക്ക് ഉണർവിലേക്ക് പ്രവേശിക്കുവാനും ഉണർവിൽ നിൽക്കുവാനുമുള്ള ഒരു പ്രധാനപ്പെട്ട താക്കോലാണ്. എന്നാൽ അതോടുകൂടെ തന്നെ ഗൗരവമേറിയൊരു കാര്യമുണ്ട്. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു അഭിഷേകത്തിലേക്ക് കയറണം. എൻകൗണ്ടറിലൂടെ ഒരു അൺയൂഷ്വൽ അനോയിൻറ്റിങ്ങിലേക്ക് പ്രവേശിച്ചെങ്കിൽ മാത്രമേ ഉണർവിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ. മറ്റൊരു സന്ദർഭത്തിൽ ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നതായിരിക്കും. ഇന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിശക്തമാകുന്ന ഒരാത്മസാന്നിധ്യത്താൽ പ്രിയപ്പെട്ടവരെ നിറയ്ക്കണമേ, അനുഗ്രഹിക്കണമേ. ഈ പ്രിയപ്പെട്ടവർ എല്ലാവരും ഉണർവിലേക്ക് പ്രവേശിക്കട്ടെ, ഉണർവിൽ നിലനിൽക്കട്ടെ. ദീർഘവർഷങ്ങൾ ഉണർവിൽ നിലനിൽക്കട്ടെ. 50 വർഷം 60 വർഷമൊക്കെ ഉണർവിൽ തന്നെ നിലനിന്ന അഭിഷക്തരെക്കുറിച്ച് ഞങ്ങൾക്ക് വായിക്കുവാൻ കേൾക്കുവാൻ കഴിയുന്നു. അവരെ മാതൃകയാക്കിക്കൊണ്ട്, യേശുവിനെ മാതൃകയാക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിൽ ഇവർ ഉണർവിൽ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദർഭത്തിൽ തന്നെ ദൈവപരിശുദ്ധാത്മാവിൽ നിന്ന് പുറപ്പെടുന്ന നല്ല കാര്യങ്ങൾ ഇവരുടെ മേൽ പകരപ്പെടട്ടെ. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ശാരീരിക രോഗം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം അവരുടെ ശരീരത്തിൽ സംഭവിക്കട്ടെ. നട്ടൽ സംബന്ധമാകുന്ന രോഗങ്ങൾ സൗഖ്യമാകട്ടെ. സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ. അരുൺ എന്നൊരു പേരിൻ്റെ അധരത്തിൽ വരുന്നു. അരുൺ, നിന്നെ പരിശുദ്ധാത്മാവ് തൊടുന്നു. നിൻ്റെ ശരീരത്തിലും നിൻ്റെ മനസ്സിലും നീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുന്നു. അത്ഭുത സൗഖ്യം ഇപ്പോൾ വിശ്വാസത്തോടുകൂടെ സ്വീകരിക്കുക. ആമേൻ. തളർന്നവർ യേശുവിൻ നാമത്തിൽ എഴുന്നേറ്റ് നടക്കട്ടെ. യേശുവിൻ നാമത്തിൽ അത്ഭുത വിടുതലുകൾ ഇപ്പോൾ സംഭവിക്കട്ടെ.
ജോലിയില്ലാത്തവർക്ക് വേണ്ടി കർത്താവെ വഴികളെ തുറന്നു കൊടുക്കണമേ. ആമേൻ. കർത്താവ് മഹാത്ഭുതങ്ങൾ ചെയ്യണം. സാമ്പത്തിക മേഖലയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ കർത്താവെ ഒരു വലിയ ഫ്രീഡത്തെ ഇപ്പോൾ അയക്കണം. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഈ സന്ദേശം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വിനയപൂർവ്വം ഓർപ്പിക്കുന്നു. ഗാഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.